ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് സ്പാറ്റുല ഡിസൈനിൽ പിന്നെ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചെടുത്തിട്ട് ഒരു 1/2 കപ്പ് മൈദയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് ഒരു 4 റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ എഗ്ഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പതിഞ്ഞ് കിട്ടും. നമ്മൾ ഈ ബൗളിൽ വെള്ളമൊന്നും പാടില്ല, ഡ്രൈ ആയിരിക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാ ഇങ്ങനെ കമിഴ്ത്തിയാൽ നമുക്കിത് താഴെ പോലെ കേട്ടോ, അത്രയ്ക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ എഗ് യോക്ക് എടുത്ത ബൗളിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസും പിന്നെ 1 ടേബിൾ സ്പൂണോളം നല്ല പച്ചവെള്ളം അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് ഒരുമിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, കുറച്ചായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റും കൂടി നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് ഇനി ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ അതേപോലെ എഗ് വൈറ്റും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 1 kgൻ്റെ ഒരു ബാറ്ററാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ നേർ പകുതിയായിട്ടാണ് ഞാൻ 1/2 kgൻ്റെത് അടുത്തതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിലൊരു തട്ടും കൂടി വെച്ചെടുക്കണം കേട്ടോ, ഡയറക്റ്റ് സോസ് പാന് ഇറക്കി വെക്കരുത്. പിന്നെ ഞാനിതിൻ്റെ പകുതി 1/2 kg ബാറ്റർ അതേ സോസ് പാനിൽ 8 ഇഞ്ചിൻ്റെ സോസ് പാനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 2 കപ്പോളം ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം.
ഞാനൊരു ടേൺ ടേബിളിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ഷീറ്റ് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ 1 kg കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തത്. അത് ഞാൻ നല്ല ചൂടൊക്കെ തന്നതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതേപോലെ നമ്മൾ 1/2 kg ചെയ്തത് അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അത് ഒറ്റൊന്നായിട്ട് തന്നെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലെയറിൻ്റെ മുകളിൽ നമുക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി കൊടുക്കാം. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഞാൻ രണ്ടാമത്തെ ലെയർ കേക്ക് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ലെയേഴ്സും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ലാസ്റ്റ് ലെയറും കേക്ക് ഷീറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഫൈനൽ കോട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് നല്ല കേക്കിൽ നല്ല ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്പാച്ചുല ഡിസൈൻ കൊടുക്കുന്നത്. ഈ സ്പാറ്റുല ഡിസൈന് ഞാൻ ഒരു 2 ടയർ വെഡ്ഡിങ് കേക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ സൈഡിലും കേക്കിൻ്റെ ടോപ്പിലും ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിനി ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതേപോലെ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.